Hello friends, അപ്പോൾ നമ്മൾ ഒന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ഈ മൂന്ന് കാര്യം നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ചെയ്യാൻ പാടില്ല ട്ടാ. എന്താ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ആ ഏരിയയിലേക്ക് അടുത്തേക്ക് പോകണ്ട. എന്താ അത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം തന്നെ ഉണ്ടാവുള്ളൂ. നഷ്ടം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുള്ള നിങ്ങളുടെ നോർമലി നമ്മൾ എന്തിനാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്? നമുക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടാൻ, ക്യാഷ് ബാക്ക് കിട്ടാൻ, അതുപോലെ തന്നെ നമുക്ക് ആ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് കിട്ടാൻ, അതിനൊക്കെയാണ് നമ്മൾ നോർമലി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റ് എല്ലാം പോകും. വൺ നഷ്ടമാവും, വൺ സീനാവും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ എന്തായാലും നമ്മൾ അതിന് കിടക്കേണ്ട മുമ്പ് ചാനൽ പുതിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലിൽ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ് ചെക്ക് കൊടുത്താൽ മറക്കണ്ട. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഞാൻ ഫേസ്ബുക്കിലത്തെ പേജാണ് കേട്ടോ, പ്രൊഫൈലല്ല, പേജാണ്. അതിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിന്റ്സിലേക്ക് പോയാലോ. ഫസ്റ്റ് പോയിന്റ്സ് നമ്മൾ പറയാൻ പോകുന്നത് ATM വിഡ്രോവലാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൽ കാണിക്കുന്നത് എല്ലാത്തിനും ഒരു അട്രാക്ഷനായിട്ട് അവർ പറയുന്നത് ATM വിഡ്രോവലാണ്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നമുക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടായിരിക്കും, ഒരു ക്യാഷ് ലിമിറ്റ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോർമലി എല്ലാത്തിൻ്റെയും ഒരു 5% to 10% ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റിൻ്റെ 5% ആയിരിക്കും നമ്മുടെ ക്യാഷ് ലിമിറ്റ് വരുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 1 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ ക്യാഷ് ലിമിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് നോർമലി കാർഡിൽ വരിക. അതായത് നിങ്ങൾക്ക് 10,000 രൂപ വരെ നമുക്ക് ATM ക്യാഷ് വിഡ്രോ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ട്രാപ്പ് എന്താ വെച്ചാൽ നിങ്ങളിത് വിഡ്രോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വിഡ്രോവൽ ചാർജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് മിനിമം 500 രൂപയാണ്. നിങ്ങൾ 100 രൂപ എടുത്താൽ പോലും 500 രൂപ അവർ ചാർജ് ചെയ്യും. മിനിമം 500 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ അത് പോരാണ്ട് ഡെയിലി ഇൻട്രസ്റ്റ് നമ്മൾ എടുത്ത എമൗണ്ടിന് ചാർജ് ആയിക്കൊണ്ടിരിക്കും. അത് ഇൻട്രസ്റ്റ് ഒരു നല്ല ഹൈ എമൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഭയങ്കര എമർജൻസി ആയിട്ട് എന്തെങ്കിലും അത്രയ്ക്ക് എമർജൻസി വന്നാൽ മാത്രം ഉപയോഗിക്കുക ഈ ATM ഫീച്ചർ എന്ന് പറയുന്ന ഈ ക്രെഡിറ്റ് കാർഡിലത്തെ സാധനം കേട്ടോ. എന്താ വെച്ചാൽ അത്രയ്ക്ക് നഷ്ടം തരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ATM ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും എമർജൻസി സംഭവം വന്നാൽ മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ATMലേക്ക് ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പോവുകയോ വേണ്ട കേട്ടോ. അതാണ് ആദ്യത്തെ പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ആണ്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും, ടോട്ടൽ ലിമിറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു 1 lakh എടുക്കാം. 1 lakhൽ നമ്മൾ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ എന്നൊരു സംഭവമുണ്ട്. ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. നമ്മുടെ സിബിൽ റിപ്പോർട്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ആക്ച്വലി 30%, മാക്സിമം പോയി കഴിഞ്ഞാൽ 40%. 30% വെച്ച് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു ആവറേജ് പോയിട്ട് 30% എടുക്കാം. നിങ്ങൾ ഇതിൻ്റെ ഈ എമൗണ്ട് ഈ പെർസെൻറ്റേജിൻ്റെ മുകളിൽ യൂസ് ചെയ്യാൻ പോകരുത്. എന്താ വെച്ചാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറഞ്ഞു തുടങ്ങും. അതായത് നിങ്ങളുടെ ടോട്ടൽ ലിമിറ്റ് 1 lakh ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കേണ്ടത് 35,000 രൂപ. അതാണ് മന്തിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു എമൗണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ സിബിലിനെ ഭയങ്കരമായിട്ട് എന്താ വെച്ചാൽ ഈ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു മേജറായിട്ട് സിബിലിനെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ കൂടുമില്ല, കുറയാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് അറിയാം സിബിൽ കൂടുന്നത് ഭയങ്കര പതുക്കെ കൂടുള്ളൂ, കുറയാണെങ്കിൽ പെട്ടെന്ന് കുറയുകയും ചെയ്യും. അപ്പോൾ സിബിൽ കുറയാൻ ചാൻസ് കൂടുതലും കൂടും ചാൻസേ ഇല്ല, കൂടില്ല. അത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് നിൽക്കൂട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സിബിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഈ ക്രെഡിറ്റ് യൂസേഷൻ സംഭവം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോകാട്ടോ. എന്ന് വെച്ചാൽ കുറേ കാർഡുള്ളപ്പോൾ ഇത് ആക്ച്വലി മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഞാൻ പറയാം, മൾട്ടിപ്പിൾ കാർഡ്സ് ഉള്ളവർക്ക് ഇത് ആക്ച്വലി നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കാർഡിലും 30% അല്ല കേട്ടോ. ടോട്ടലായിട്ട് നമുക്ക് എത്ര ലിമിറ്റ് ഉണ്ടോ അതിൻ്റെ 30%. അപ്പോൾ കുറേ കാർഡുള്ളവർക്ക് അതൊരു ബെനിഫിറ്റുമാണ്, ആക്ച്വലി ഒരു നെഗറ്റീവ് ആണ്. എന്താ വെച്ചാൽ കുറച്ച് മാനേജ് ചെയ്യാൻ പാടായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ കാർഡിനെയും ഇത് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണ്ടേ കറക്റ്റായിട്ട്. അപ്പോൾ ഒരു കാർഡുള്ളവർക്ക് ആ ഒരു കാർഡിനെ മാത്രം നോക്കിയാൽ മതി. പക്ഷേ മൾട്ടിപ്പിൾ കാർഡുള്ളവർക്ക് നമുക്ക് ക്രെഡിറ്റിൻ്റെ എമൗണ്ട് കൂടുതലാണ്, ടോട്ടൽ ലിമിറ്റ് കൂടുതലാണ്. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ നമുക്ക് 1 lakh ആണ് നമ്മുടെ ടോട്ടൽ ലിമിറ്റ് ഒരു കാർഡിനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മന്ത്ലി 50,000 രൂപ ചിലവുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നോർമലി ക്രെഡിറ്റ് കാർഡിന് ഉപയോഗിക്കുന്നത് നമുക്ക് അതിൽ നിന്ന് റിവാർഡ് പോയിന്റും കാര്യങ്ങളൊക്കെ കിട്ടണം. അപ്പോൾ നമ്മൾ എല്ലാത്തിനും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഓരോ ക്രെഡിറ്റ് കാർഡിലും ബാക്കിയുള്ള ഓരോ ക്രെഡിറ്റ് കാർഡിലും നമുക്ക് അതിനായിട്ടും കൂടുതൽ ലിമിറ്റ് ഉണ്ടായിരിക്കും. എന്തായാലും കൂടുതൽ ലിമിറ്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലിമിറ്റ് കൂടണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു 3 ക്രെഡിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 3 ക്രെഡിറ്റ് കാർഡും കൂടി നമുക്ക് 2 ലക്ഷം ടോട്ടൽ ലിമിറ്റ് ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് 30% എത്തണമെങ്കിൽ 2 ലക്ഷത്തിന് 30% എടുത്താൽ മതി. മറ്റത് 1 ലക്ഷത്തിന് 30% ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ ആവും. അപ്പോൾ അത് ഒരു ബെനിഫിറ്റ് ആണല്ലോ. അപ്പോൾ അതാണ് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ എന്ന സംഭവം. അതും മേജറായിട്ട് നോക്കേണ്ട ഒരു സംഭവമാണ്. അത് നിങ്ങൾ
കറക്റ്റായിട്ട് എല്ലാ മാസം നോക്കി പോകേണ്ട ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അടുത്ത മൂന്നാമത്തെ ട്രാപ്പാണ്, ഏറ്റവും വലിയ ട്രാപ്പാണ് നമ്മുടെ മിനിമം ഡ്യൂ എമൗണ്ട്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് വരുമ്പോൾ നിങ്ങൾ കണ്ടായിരിക്കും ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുണ്ടായിരിക്കും, മിനിമം ഡ്യൂ എന്നുണ്ടായിരിക്കും. നോർമലി ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ഒരു 5% ആയിരിക്കും നമ്മുടെ മിനിമം ഡ്യൂ ആയിട്ട് വരിക. അപ്പോൾ നോർമലി ആൾക്കാർ എന്താ ചെയ്യുക, കാണുമ്പോൾ കുറഞ്ഞ എമൗണ്ട് ഉള്ളത് അടച്ചാൽ മതിയല്ലോ, അതാണ് നോർമലി എല്ലാവരും സൈക്കോളജിക്കലായിട്ട് ചിന്തിക്കുക. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു വലിയ ട്രാപ്പ് ഉണ്ട് ബാങ്കിൻ്റെ. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, നമ്മുടെ ടോട്ടൽ ഒരു എമൗണ്ട് നമുക്കിപ്പോൾ ടോട്ടലായിട്ട് ബില്ല് വന്നതിപ്പോൾ ഒരു 10,000 വിചാരിക്കാം. അതിൻ്റെ 5% നമുക്ക് മിനിമം ഡ്യൂ വരിക. നമ്മൾ മിനിമം ഡ്യൂ മാത്രം അടച്ചു. അപ്പോൾ ബാക്കിയുള്ള 95% ഇൻട്രസ്റ്റ് ഡെയിലി കയറിക്കൊണ്ടിരിക്കും. അതായത് ഒരു 10 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ 10,000 കൂടുതൽ അടക്കേണ്ടി വരും തിരിച്ച്. അതാണ് ഇവരുടെ ബാങ്കിൻ്റെ പരിപാടി. അതിൽ നിന്നൊക്കെയാണ് ബാങ്ക് വൻ ലാഭം ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചുമ്മാ ഒരു ക്രെഡിറ്റ് കാർഡ് ആർക്കും തരില്ല. പോരാത്തതിന് പിന്നെ വരുന്നത് ഇവർ കുറേ ഹിഡൻ ചാർജുകളുണ്ട് ക്രെഡിറ്റ് കാർഡുകളിൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആനുവൽ ചാർജ് വരുന്നുണ്ട്, പ്രോസസ്സിംഗ് ഫീസ് വരുന്നുണ്ട്, അങ്ങനെ കുറേ എന്താ പറയുക റിവാർഡ് ഫീസ് വരുന്നുണ്ട്. അപ്പോൾ കുറേ കാർഡിലൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇഷ്ടംപോലെ കാർഡുകളുണ്ട് ഇപ്പോൾ റിഡംഷൻ ഫീസൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ക്രെഡിറ്റ് കാർഡിൽ. അപ്പോൾ ഞാൻ ഈ മേജർ 3 സംഭവങ്ങൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ചെയ്യരുതിട്ട്, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടാം. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ട. ബൈ.